നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുവതീ പ്രവേശനം നിഷേധിക്കണമെന്ന പിണറായി വിജയന്റെ കടലാസിന് സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കും? കേരളം ഉറ്റുനോക്കുന്ന ചോദ്യങ്ങൾക്ക് സോളിസിറ്റർ ജനറൽ ഒറ്റ വാക്കിൽ തന്റെ വാദം അവതരിപ്പിക്കും. അതോടെ പോലീസിന്റെ അകമ്പടിയോടെ യുവതികളെ ശബരിമലയിൽ കയറ്റിയ പിണറായിക്ക് പണി കിട്ടും. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിക്ക് ഇതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ല. ഒരു ദിവസം കൊണ്ടാണ് കേന്ദ്രം പിണറായിയെ മലർത്തിയടിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുരുട്ടുബുദ്ധിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ക്രോസ് ചെക്ക് ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ലെന്ന് കാണിച്ച് പിണറായി നൽകിയ സത്യവാങ്മൂലം കോടതി കീറി ദൂരെ എറിയും. പകരം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന വാദം അംഗീകരിച്ച് ശബരിമല കേസ് കേന്ദ്രം അവസാനിപ്പിക്കും. ഇതറിഞ്ഞ പിണറായി തന്റെ സത്യവാങ്മൂലം നനഞ്ഞ പടക്കമായെന്നറിഞ്ഞ് ഹൃദയസ്തംഭനമുണ്ടായ അവസ്ഥയിലാണ്. പിണറായിയും CPM വാദ്യമേള സംഘങ്ങളും അടപടലം പെട്ടു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കോടതികൾക്കില്ല എന്ന നിലപാടാകും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ഒരു മതവിഭാഗത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള അവകാശം ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരം വ്യക്തികൾക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ശബരിമല കേസ് പരിഗണിക്കുന്ന പുതിയ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദം ഇതുവരെയും എഴുതി നൽകിയിട്ടില്ല. എന്നാൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് 2019 കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദം തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാകും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്റെ വാദം ഉന്നയിക്കുകയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെടാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ്. ലോകത്തെ വിവിധ കോടതികളും മതാചാരങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കോടതികൾ മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മതം, മതവിഭാഗങ്ങൾ എന്നിവ സംബന്ധിച്ച നിർവചനം നൽകാൻ കോടതികൾക്കാകില്ല. ഒരു മതാചാരം അനുപേക്ഷണീയമായ മതാചാരമാണോ എന്നത് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. മറിച്ച് ഒരു മതവിഭാഗം ആത്മാർത്ഥമായി ആ ആചാരം പിന്തുടരുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. ഷിരൂർ മഠം കേസിൽ ഇക്കാര്യം ഭരണഘടനാ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. മൗലിക അവകാശങ്ങൾ സന്തുലിതമാക്കുക എന്നതായിരിക്കണം കോടതികളുടെ നിലപാട്. ഒന്നിനു മുകളിൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുക എന്നതായിരിക്കരുതെന്നും സർക്കാർ കോടതിയിൽ വാദിക്കും. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരം ഹിന്ദുമത വിശ്വാസികൾക്ക് മതാചാരങ്ങൾ, ആരാധനാ രീതികൾ എന്നിവയിൽ ലഭിക്കുന്ന അവകാശങ്ങൾ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരമുള്ള ലിംഗസമത്വവുമായി പരിശോധന പാടില്ലെന്ന സുപ്രധാന നിലപാടും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ഹിന്ദുമതത്തിന്റെ പല ആരാധനാലയങ്ങളിലും ഇത്തരം ചില പ്രത്യേകതകൾ ഉള്ള കാര്യവും കേന്ദ്രം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാം. കേരളത്തിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല, ചക്കുളത്തുകാവിലെ നാരി പൂജ, പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്നിവയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരമുള്ള അവകാശങ്ങൾ മതത്തിന് മാത്രമല്ല, മതവിഭാഗങ്ങൾക്ക് കൂടിയുള്ളതാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കും. മതാചാരങ്ങളിലെ മാറ്റവും പരിഷ്കരണങ്ങളും കൊണ്ടുവരാനുള്ള അധികാരം സമൂഹത്തിനും നിയമനിർമ്മാണ സഭയ്ക്കുമാണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിക്കും. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇടതുമുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. എല്ലാ മതങ്ങളിലും സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത. പുരാതന കാലത്ത് വേരൂന്നിയ പാരമ്പര്യങ്ങളിൽ പലതും ലിംഗസമത്വത്തിന്റെ ആധുനിക നിലപാടുകളുമായി യോജിക്കുന്നതുമല്ല. ജനാധിപത്യ സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങൾ പോലും പിന്നീട് സ്ത്രീവിരുദ്ധമെന്ന് കണ്ട് തിരുത്തപ്പെട്ടവയാണ്. ഇക്കാര്യത്തിൽ ഹിന്ദുമതം മാത്രമാണ് നന്നാകാനുള്ളത് എന്നാണ് CPM ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നത്. ഹിന്ദു സമൂഹത്തിൽ മാത്രം ഇങ്ങനെ ലിംഗസമത്വം മതി എന്നാണ് CPMന്റെ വാദം. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിലോ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശ വിവാഹമോചന വിഷയത്തിലോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ലിംഗസമത്വത്തിൽ നിലപാടെടുത്തിട്ടില്ല. മുസ്ലിം ആചാരങ്ങൾക്കൊപ്പമാണ് CPMഉം സർക്കാരും നിലകൊണ്ടത്. മുസ്ലിം സ്ത്രീകൾക്ക് ഏതൊരു പള്ളിയിലും കയറാം എന്നൊരു കോടതി വിധി ഉണ്ടാവുകയും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം അതിനെ എതിർക്കാൻ തെരുവിലിറങ്ങുകയും ചെയ്താൽ ശബരിമല വിഷയത്തിൽ എന്നതുപോലെ പിണറായി സർക്കാർ നിലപാടെടുക്കുമോ എന്നതാണ് കാതലായ ചോദ്യം.
ഇല്ല. CPMന്റെ പലസ്തീൻ തട്ടിപ്പ് മുസ്ലിങ്ങൾ പൊളിച്ചുവിട്ടതുപോലെ ശബരിമല തട്ടിപ്പ് ഹിന്ദുക്കളും പൊളിച്ചുവിട്ടു. അതിന്റെ മാനസിക ആഘാതമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ശബരിമലയിലെ സുപ്രധാന സുപ്രീം കോടതി വിധി യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തിനെതിരായ നിലപാട് തന്നെയാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. ഇതിന്റെ പേരിൽ ബോർഡും പിന്നീട് വന്ന ഇടത് സർക്കാരും തമ്മിൽ വലിയ പോരായിരുന്നു. തുടർന്ന് ഇടത് സർക്കാർ നിയോഗിച്ച ബോർഡ് വിധിയുടെ പുനഃപരിശോധനാ ഹർജിയുടെ ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പുതിയ സത്യവാങ്മൂലം നൽകി. സമൂഹം കാലത്തിനൊത്തു മാറണമെന്നും ക്ഷേത്ര ആചാരങ്ങൾ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്നായിരുന്നു അതിലെ വാദം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം LDF സർക്കാർ നൽകിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഈ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളാൻ തയ്യാറാണെന്ന സൂചനയാണ് ബോർഡ് നൽകിയത്. സർക്കാരും ഇതിന് തയ്യാറായി. ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. രജസ്വലരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിന്റെ നിലപാടാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിനും പിണറായി സർക്കാർ പരാജയപ്പെട്ടു. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നതുകൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുളിന്റെ മറവിൽ യുവതികളെ കടത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന് ശിങ്കിടി പാടുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടായിരുന്നു. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ നടയടച്ച് ശുദ്ധിക്രിയ നടത്തി ക്ഷേത്രത്തിന്റെ ആചാര പാരമ്പര്യം തന്ത്രി കണ്ഠരര് രാജീവര് പാലിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ NSSും SNDPയും വിശ്വകർമ്മ സഭയും പുലയർ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിനിരന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈയെടുത്താണ് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാന മതിൽ കെട്ടിയെന്ന് മുഖ്യമന്ത്രി അഹംഭാവത്തിന്റെ ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. ഹിന്ദു സമൂഹത്തിന് ഇത്തരം ധാർഷ്ട്യങ്ങൾ പുത്തരിയല്ല. ഹിരണ്യകശിപുവും നരകാസുരനും എന്തിനേറെ രാവണൻ വരെയുള്ള അസുര ജന്മങ്ങളുടെ ഇത്തരം ധാർഷ്ട്യ പ്രകടനങ്ങൾ ഹിന്ദു സമൂഹം പലതവണ കണ്ടതാണ്. അവിടെ ധർമാനുസൃതമായി ജീവിക്കാനും ഈശ്വരവചനം നടത്താനും ഈശ്വരോന്മുഖമായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിൻ്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത്. ഒപ്പം ധർമ്മരക്ഷയ്ക്കായി പോരാടാനും താൻ പാതി ദൈവം പാതി എന്ന നിലപാടെടുക്കാനുമുള്ള സദ്ബുദ്ധി ഈ സമൂഹത്തിന് നൽകിയത് കാലാതീതമായ പ്രപഞ്ചവിന്യാസം മനോമുഖരത്തിൽ ദർശിക്കുന്ന ഋഷിവര്യന്മാരാണ്. പിണറായിയുടെ കാര്യത്തിലും ഇത് വ്യക്തമാണ്. നരസിംഹമൂർത്തിയെ പോലെ നഖം കൊണ്ട് കുടൽമാല പുറത്തെടുത്ത അവതാരങ്ങളൊന്നും വരാത്തത് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ശബരിമലയിൽ കയറി കളിച്ചതിന് ശേഷം ഇന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മറക്കരുത്. ഡേറ്റ കച്ചവടം മുതൽ മാസപ്പടി വരെ ക്ലിഫ് ഹൗസിൽ സമാധാനമെന്ന സംഭവം ഇല്ലാതായ കാര്യം ഓർക്കാതിരിക്കുകയും അരുത്. ശബരിമല വിഷയം സർക്കാരിന് തലവേദനയായതോടെയാണ് CPM വനിതാ മതിൽ എന്ന ആശയത്തിന് രൂപം നൽകിയത്. മുൻപ് മനുഷ്യച്ചങ്ങല നടത്തിയ പാർട്ടിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു വനിതാ മതിൽ. മതിലിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്ന് ആദ്യം തന്നെ പാർട്ടി പ്രചാരണം അങ്ങ് നടത്തി. അമിതമായ ആത്മവിശ്വാസം അപകടമാകുമെന്ന് ഉപദേശിച്ചവരെ പാർട്ടി തള്ളുകയും ചെയ്തു. എന്നാൽ വനിതാ മതിലിന്റെ തുടക്കത്തിൽ തന്നെ പാളി. കാസർഗോഡ് മതിൽ മുറിഞ്ഞപ്പോൾ അത് BJPക്കാർ തീയിട്ടത് കൊണ്ടാണെന്ന് പാർട്ടി പ്രചരിപ്പിച്ചു. എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ കാസർഗോഡ് ആവർത്തിച്ചു. അവിടെയൊന്നും തീയിടാൻ BJPക്കാർ ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് ഹിന്ദു വനിതകൾ CPMന് വോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്നാൽ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറല്ല. അത്തരത്തിലുള്ള സ്ത്രീകളെ വനിതാ മതിലിൽ അണിനിരത്താമെന്ന് CPM കരുതിയിരുന്നു. എന്നാൽ തന്ത്രം പാളി. ശബരിമലയെ തൊട്ടതിൽ സ്ത്രീകളിൽ ഒരു നല്ല ശതമാനത്തിന് പാർട്ടിയോട് എതിർപ്പുണ്ടായിരുന്നു. കീഴ്ഘടകങ്ങളിലാണ് ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടായത്.
ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ പോലും പങ്കെടുപ്പിക്കാത്ത ഏരിയ ലോക്കൽ നേതാക്കൾ ധാരാളമുണ്ടെന്ന് CPM സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിക്ക് മുകളിലോട്ട് സർക്കുലർ കുറ്റം പറഞ്ഞില്ലെങ്കിലും മതിലിൽ പങ്കെടുക്കാത്ത നേതാക്കൾ ജില്ലാ തലത്തിലുണ്ടെന്ന് പാർട്ടി വിലയിരുത്തി. കുടുംബ സന്ദർശനങ്ങൾ സംഘടിപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശം ചെവിക്കൊണ്ടില്ലെന്ന ആക്ഷേപവും സർക്കുലറിൽ ഉന്നയിക്കുന്നു. കുടുംബശ്രീ പ്രവർത്തകർ പോലും മതിലിൽ പങ്കെടുത്തില്ലെന്നും പാർട്ടിക്ക് ആക്ഷേപമുണ്ടായി. പാർട്ടിയുടെ തീരുമാനം ഗൗരവമായി എടുക്കാത്തതിലുള്ള അമർഷവും പാർട്ടി പ്രകടിപ്പിച്ചു. വനിതാ മതിൽ ഗിന്നസിൽ കയറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ഗിന്നസ് അധികൃതർ കേരളത്തിലെത്തുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ മതിലിൽ ഗേറ്റ് വന്നത് കാരണം ഗിന്നസ് അംഗീകാരം നേടാനായില്ല. ഇതെല്ലാം CPM-നെ ചെറുതായിട്ടല്ല ബാധിച്ചത്. ഇത്തരമൊരു സംഭവ വികാസം ആദ്യമായിട്ടായിരുന്നു. 10 കൊല്ലം യുവതീ പ്രവേശനത്തെ പിന്തുണച്ച് നിലപാട് സ്വീകരിച്ച ശേഷം ഇലക്ഷൻ അടുത്തതോടെ യുവതീ പ്രവേശനത്തെ എതിർത്തത് വോട്ട് ലക്ഷ്യമാക്കിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നിലപാട് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു. അങ്ങനെയാണ് വിഷയത്തിൽ പ്രത്യക്ഷമായി ഇടപെടാതിരുന്ന കേന്ദ്ര സർക്കാർ പൊടുന്നനെ ഇടപെട്ടത്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിക്കാതെ കേസ് ഉപേക്ഷിക്കുക എന്ന തന്ത്രമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിലൂടെ യുവതീ പ്രവേശനത്തെ തങ്ങൾ എതിർത്തു എന്ന സംസ്ഥാന സർക്കാരിന്റെ മേനി പറച്ചിൽ അവസാനിപ്പിക്കാമെന്നും കേന്ദ്രം കരുതുന്നു. ചടുലമായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് അമിത്ഷായാണ്. കേസ് തങ്ങളുടെ അധികാരപരിധിക്ക് പുറത്താണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയാൽ പിണറായിയുടെ സത്യവാങ്മൂലത്തിന് കടലാസിന്റെ വില പോലും കാണില്ല. അത് പിണറായിക്ക് അയ്യപ്പൻ നൽകുന്ന പണിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.